സാറിന്റെ പേരെന്താ സാറേ? എന്താണ്? ബേസിൽ. ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ ക്യാമറയിൽ ഒന്നും പോകാൻ കൊടുത്തേ. നിങ്ങൾ ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുത്തു, അവരിപ്പോഴും അറിഞ്ഞിട്ടില്ല. ലൈറ്റ് ബ്രൈറ്റ് കളയണ്ട കേട്ടോ, അങ്ങനെ കിടന്നോട്ടെ. ജനം കാണട്ടെ. നമ്മുടെ കേരള പോലീസ് അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ളവരൊക്കെ തന്നെയാണ്. എല്ലാവരും പോലീസിന്റെ മെക്കിട്ട് കയറാനല്ലേ ശ്രമിക്കണം. ചേട്ടാ എന്താ സംഭവിച്ചത്? പഞ്ചറായിരുന്നോ? പോലീസ് ഹെൽപ്പ് ചെയ്തല്ലേ? 2 പോലീസുകാർ ഇവിടെ ഇരുന്നിട്ട് പണിയെടുക്കുന്നുണ്ട്. പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചായിരുന്നു, പക്ഷെ ആരും വന്നില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ യൂണിഫോമിൽ പോലീസുകാർ ഇരുന്നിട്ട് അതെ നല്ല സഹായം ചെയ്തു, ഭയങ്കര സഹായം ചെയ്തു അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്റെ ഫാമിലി എല്ലാവരും പെട്ടുപോയി. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടെ? ഉണ്ടായിരുന്നു. വല്ലാതെ വേറെ അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് പെട്ടുപോയാലും. അവര് ഓടി പോകാനുള്ള ഒരു കൈ കഴുകാൻ വേണ്ടി. അവരോട് ഞാൻ സംസാരിച്ചു നോക്കട്ടെ. ഈ റോഡ് സൈഡിൽ യൂണിഫോമിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് യാത്ര ഒരു കാര്യം കൂടി, കേരള പോലീസ് ആയതുകൊണ്ടാണ് ഇത്ര നമ്മൾ സഹായിച്ചത്. വേറെ ആരെങ്കിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ റോട്ടിൽ പെട്ടുപോയാൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നമ്മൾക്ക് ഭയങ്കര ഷോക്കായി പോയി. പെട്ടെന്ന് പോലീസുകാർ നമ്മൾ രണ്ടുപേരും ഇരുന്നിട്ട് ഒരു പേരെ സഹായിച്ചല്ലോ. ഇങ്ങോട്ട് വണ്ടി നിർത്തി സഹായിച്ചതാണ്. വിളിച്ചു പോലും വേറെ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ല. ഇല്ല, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. സാറേ ഞങ്ങളോട് ഒരുപാട് സംസാരിക്കുന്നേ. ഇതിന് നമ്മൾ ഹെൽപ്പ് കൊടുത്തുള്ളൂ. നമ്മൾ വന്നപ്പോൾ ഒരു ഉമ്മായും ഒരു മകനോട് മകനും നിൽക്കുന്ന ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നി. ജീപ്പ് നിർത്തിയാൽ കാണിച്ച് ഞങ്ങൾ എന്താണ് ഹെൽപ്പ് വേണം. ഇപ്പോൾ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചർ ഒട്ടിക്കുന്ന ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ ആരും കിട്ടാണ്ടായില്ല. പിന്നെ നമ്മൾ തന്നെ ജാക്കി എടുത്ത് നമ്മൾ തന്നെ ചെയ്ത് കൊടുത്തു. നമുക്ക് പറ്റാവുന്ന അങ്ങനെ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു രോഗി ആ ഒരു ഹോസ്പിറ്റലിൽ കൂടെ തിരിച്ചു വരുന്ന ടീമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താണ്. നമ്മൾ വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നല്ല. അയ്യോ അങ്ങനല്ല സാറ്, ഞാൻ ക്യാമറ ഇട്ട് വരുമ്പോൾ സാറ് പറഞ്ഞ് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. ഇതൊക്കെ മലയാളി കാണണമേ. ഇതൊക്കെ കണ്ടില്ല പിന്നെ എന്താണ്? പോലീസിന്റെ മെക്കിട്ട് കയറാൻ വേണ്ടി മാത്രമല്ല മലയാളി കൂടുതൽ സമയം ഉപയോഗിക്കുന്നത്. സാറിന്റെ പേരെന്താ സാറേ? എന്താണ്? ബേസിൽ. ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ ക്യാമറയിൽ ഒന്നും പോകാൻ കൊടുത്തേ. ഏത് നമ്മൾ കളമശ്ശേരി പോലീസാണോ? കളമശ്ശേരി പോലീസ്. ട്രാഫിക് ആണോ അതോ? സാറിന്റെ പേര്? എന്റെ അബു അല്ലേ? ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ശരി. അവർക്ക് നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്യാമറയായിട്ട് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് വല്ലാത്തൊരു അങ്കലാപ്പാണ്. സംസാരിക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഒരു സത്യം പറയണമല്ലോ, ഞങ്ങളിപ്പോൾ ഒരു ഷൂട്ടുമായിട്ട് ആലുവ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ യൂണിഫോമിൽ 2 പേര് റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് അവർ ജാക്കിയും ലിവറൊക്കെ വെച്ചിട്ട് കറക്കി ഇരുന്നിട്ട് 2 പേരോട് റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഈ ടയർ മാറ്റുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനി എന്ത് പറ്റി, തൊട്ട് മുമ്പിൽ പോലീസിന് വണ്ടി കിടക്കുന്നുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പോലീസ് വണ്ടി അത് തട്ടിയതാണോ അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ വണ്ടി നിർത്തിയതാണ്. ഏതായാലും 2 പോലീസുകാർ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ടയർ മാറ്റുന്ന പോലീസ് വണ്ടിയുടെ അല്ല, ഒരു സ്വകാര്യ വാഹനത്തിൻ്റെയാണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി ഞാൻ വണ്ടി നിർത്തിയതാണ്. ഇനി എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ സഹായം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 പോലീസുകാർ ഇവർ വേർത്ത് കുളിച്ച് നിന്നിട്ട് ഈ ടയർ മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ഒന്നും പറയേണ്ടതിന് ഓടി നടന്ന് ഈ പോലീസിനെ നെഞ്ചത്ത് കയറുക എന്ന് പറയുന്നത് നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. എന്ത് കണ്ടാലും പോലീസിനെ നെഞ്ചത്ത് കയറും. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങൾ ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുത്തു, അവരിപ്പോഴും അറിഞ്ഞിട്ടില്ല. ഹെഡ്ലൈറ്റ് ഞാൻ പറഞ്ഞു ബ്രൈറ്റ് അടിക്കാൻ പറഞ്ഞു പുള്ളിയുടെ അടുത്ത്. എന്റെ പേരെന്താണ്? ജിഷാദ്. പോലീസുകാർക്ക് ഇപ്പോഴും അറിയില്ല നിങ്ങൾ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് അടിച്ച് അവിടെ അത്രയും വെട്ടം ഉണ്ടായത് നിങ്ങൾ ബ്രൈറ്റ് അടിച്ചോണ്ടാണെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ എല്ലാം ഒരു എന്താ പറയാ, ഒരു കണക്റ്റഡ് ആണ്. നമ്മൾ ആ മനുഷ്യൻ പറഞ്ഞത് അയാള് മലയാളിയല്ല. അയാൾ പറഞ്ഞത് വേറെ ഒരു പോലീസ് ഇങ്ങനെ സഹായിക്കില്ല എന്ന് പറഞ്ഞു. കേരള പോലീസിനെ പോലെ ഇത്ര സഹായമുള്ള ഒരു മനോഭാവമുള്ള വേറൊരു, അത് അവർ വിളിച്ചിട്ടല്ല പോലീസുകാർ വന്നേന്നാ പറഞ്ഞത്. പോലീസുകാർ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ട്, കാരണം ഞായറാഴ്ചയാണ്, പഞ്ചർ ഒട്ടിക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ. ഓക്കെ, പേരെന്താണ്? കാസിം. ഓക്കെ.